വേടൻ്റെ ആ പഴയ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരു സിനിമാറ്റിക് അമ്മ സ്റ്റൈലിലുള്ള കുട്ടിക്കാലം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എന്ന് നമ്മൾ പൊതുവേ ധരിച്ചിരിക്കുന്ന ഒരു കുട്ടിക്കാലമോ, അങ്ങനെ ഒരു അമ്മ അച്ഛൻ അങ്ങനെ ഒരു സങ്കല്പമൊന്നും വേടൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അത് സിനിമയിൽ മോനെ ഉണ്ണി നീ ഭക്ഷണം കഴിച്ചോടാ എന്ന് പറഞ്ഞ് പിന്നാലെ പോയി ചോറ് കൊടുക്കുന്ന ഒരു അമ്മയുടെ സങ്കല്പം ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെയുള്ളൊരു അമ്മയല്ല അല്ല വേടൻ്റെ മനസ്സിലുള്ളൊരമ്മ. അല്ല അതെങ്ങനെയുള്ളൊരമ്മയായിരുന്നു വേടൻ്റെ ഒരു അനുഭവത്തിലുള്ളൊരമ്മ? ഇതിനിപ്പോൾ എനിക്ക് തോന്നുന്നതേ, ഈ നമ്മളെ പോലെ ഈ അധസ്ഥിതരായ ഒരുപാട് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലെ അമ്മമാരെ എല്ലാവരും ഇതേമാതിരി മക്കളെക്കുറിച്ച് ആലോചിക്കാനോ മക്കളുടെ ഭാവി എന്തായിരിക്കുമെന്നതിനെ കുറിച്ച് ആലോചിക്കാനോ അവർക്ക് പറ്റുന്നില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അവനെ കാരണം പഠിപ്പിച്ച് ഒരു വലിയ നിലയിലാക്കണം, സ്പെഷ്യൽ ട്യൂഷൻ അയക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു പ്രാഥമിക ബോധം ഈ അമ്മമാർക്ക് ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്നത്തെ കാര്യങ്ങൾ പട്ടിണിയില്ലാതിരിക്കണം. പട്ടിണിയില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഓടി നടന്ന് ജോലി എടുക്കുന്ന അമ്മമാരെയാണ് ഞാൻ കണ്ടിരിക്കുന്നത്. ഞാൻ അതല്ലാത്ത അമ്മമാരെയും കണ്ടിട്ടുണ്ട്, വീട്ടിലിരുന്ന് പണിയെടുക്കുന്ന ഹൗസ് വൈഫ് എന്നൊക്കെ പറയുന്ന. അതായത് അവർ ലൈക്ക് മനസ്സിലായോ, എൻ്റെ അമ്മയൊന്നും അങ്ങനത്തെ അമ്മയായിരുന്നില്ല. ഒരു പക്ഷേ ഈ പിന്നാലെ നടന്ന് ചോറ് കൂട്ടാൻ വരുന്ന അമ്മ എന്നുള്ളതൊരു ലക്ഷറിയാണ് വേടനെ സംബന്ധിച്ചല്ലേ? അയ്യോ കോടീശ്വരനായി ഞാനപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ. അങ്ങനെ ഒരു അമ്മ ഉണ്ടായിരുന്നു കോടീശ്വരനെ. ഞാൻ കുഴപ്പമില്ല, ഞാൻ ഇനിയും കോടീശ്വരനാവും. സ്നേഹം കൊണ്ട് സ്നേഹം കൊണ്ട് ഒരുപാട് മനുഷ്യരുണ്ട് സ്നേഹിക്കാൻ.